മക്കളെ SLC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജനാവസ്ഥ കാണാം. കുട്ടികൾ ആവശ്യപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നിട്ടാ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്തുകൊണ്ടോ ഓക്സിജനാവസ്ഥ കാണാനുള്ള വീഡിയോ. നമുക്ക് ഓക്സിജനാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന കുറച്ച് മാർക്കുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ശരിക്കും ഇത് 9ാം ക്ലാസ്സിൽ പഠിച്ച അമ്മക്ക് ഇവിടെ 9ാം ക്ലാസ്സിൽ ഓർമ്മ, ഇന്നലെ അടുത്ത് വരെ ഓർമ്മ ഉണ്ട്, പിന്നെ 9ാം ക്ലാസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഓക്സിജനാവസ്ഥ കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്കും വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ ഓക്സിജനാവസ്ഥ കാണാപ്പാടം പഠിക്കും. ഒന്ന് CLൻ്റെ ഓക്സിജനാവസ്ഥ -1. ഒരു CL ക്ലോറിൻ ഒരു ഭൂരിഭാഗം സ്ഥലത്തും കാണിക്കുന്ന ഓക്സിജനാവസ്ഥ -1 ആണ്. ഓക്കെ, അതേപോലെ ഓക്സിജൻ കാണിക്കുന്നത് -2 ആണ്. ഓക്സിജൻ കാണിക്കുന്ന ഓക്സിജനാവസ്ഥ എത്രയാണ്? -2. അതേപോലെ OH പറഞ്ഞ കുഞ്ഞുട്ടി കാണിക്കുന്ന ഓക്സിജനാവസ്ഥ -1 ആണ്. SO4 പറഞ്ഞ കുഞ്ഞുട്ടി കാണിക്കുന്ന ഓക്സിജനാവസ്ഥ -2 ആണ്. ഈ ഒരു 4 എൻ്റെ മുത്തുമണികൾ കാണാപ്പാടം പഠിക്കുക. ഓക്കെ, ക്ലോറിൻ്റെ എത്ര? -1. ഓക്സിജൻ എത്ര? -2. OHൻ്റെ ഹൈഡ്രോക്സൈഡ് കേട്ടോ, OHൻ്റെ എത്ര? -1. സൾഫേറ്റ് SO4 എത്ര? -2. ഓക്കെ, ഇനി നമുക്ക് നോക്കാം FeCl2 കേട്ടോ. വളരെ സിമ്പിളല്ല ചങ്ങായിമാർ. FeCl2 ഇതിൽ നമുക്ക് CLൻ്റെ നമുക്ക് അറിയാം. CLൻ്റെ എത്രയാണ്? -1. CLൻ്റെ -1. ഓക്കെ ഉള്ളോ? ആരാ ഫോം വിളിക്കേണ്ട ആരാ? ഓക്കെ, പക്ഷേ CLൻ്റെ -1. അങ്ങനെയാണെങ്കിൽ Fൻ്റെ എത്ര നോക്കാം. നമ്മുടെ Fൻ്റെ എത്ര നോക്കാം. പക്ഷേ ഈ ഒരു സംയുക്തത്തിൻ്റെ മൊത്തം ഓക്സിജനാവസ്ഥ കൂട്ടിയാൽ 0 വരും കേട്ടോ. ഒരാളുടെ മൊത്തം ഓക്സിജനാവസ്ഥ കൂട്ടിയാൽ എന്ത് വരും? 0 വരും. ഓക്കെ, ഒരു ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 0 വരണം. അപ്പോൾ CLൻ്റെ -1. ഓക്കെ, അപ്പോൾ എത്ര CL ഉണ്ട്? 2 CL ഉണ്ട്. അപ്പോൾ ഈ 2 കൊണ്ട് ഈ -1 ഗുണിക്കുക. 2 -1 -2. ഓക്കെ, നമുക്കിത് കാണാൻ വേറെ കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് 10ാം ക്ലാസ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഐഡിയ മതി കേട്ടോ. ഓക്കെ, പക്ഷേ 2 × -1 -2 ഇവിടെ മനസ്സിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ എഴുതിയിട്ടില്ല -2. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം മൊത്തം കൂട്ടുമ്പോൾ 0 വരുന്നല്ലോ. ഓപ്പോസിറ്റ് എത്രയാണ്? +2. ഓക്കെ, +2. അപ്പോൾ Fൻ്റെ ഓക്സിജൻ അവസ്ഥ എത്രയാണ് പറയും? പക്ഷേ +2. ഒന്നുകൂടിയും പറയാം, MnO ഇത് -2. ഓക്കെ ആണല്ലോ. മൊത്തം കൂട്ടുമ്പോൾ 0 വരണമെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം ഇടണമല്ലോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പറയും? പക്ഷേ +2. ഓക്കെ, നോക്കി MnCl3 കേട്ടോ. MnCl3 CLന് നമുക്കറിയാം -1. മൊത്തം കൂട്ടുമ്പോൾ 0 വരണം. അപ്പോൾ ഇവിടെ നേരെ +1 എന്ന് എഴുതരുത്. ഇവിടെ 3 CL ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 × -1 -3. അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നമാണ് ഉള്ളത് +3. ഓക്കെ ആണല്ലോ. ഇനി പക്ഷേ ചെറിയ നമ്മളെ കൺഫ്യൂഷൻ ആക്കലാണ് ഇവിടെ ഉദ്ദേശം എന്ന് കേട്ടോ. ഓക്കെ, FeOH ട്വൈസ്. അപ്പോൾ OHൻ്റെ -1 ഇതിൻ്റെ അർത്ഥം OH -1 എന്ന് പറഞ്ഞാൽ 2 OH ഉണ്ട്. ഓക്കെ, 2 × -1 -2. അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം എത്രയാണ്? +2. ഓക്കെ, +2. ഒരു ചെറിയൊരു കാര്യം പറയേ, Fe2+ ആകുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് ഫെറസ് അയോൺ കേട്ടോ. ഏത് അയോണാണ്? ഫെറസ് അയോണ്. Fe3+ ആകുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് ഫെറിക് അയോൺ കേട്ടോ. ഏത് അയോണാണ്? ഫെറിക് അയോൺ. ഇതൊക്കെ ഒരു ബോക്സിലാക്കി എഴുതി വെച്ചോളിട്ടാ. മുനീറെ പെന്നെടുത്ത് എഴുതി വെച്ചോ. Fe2+ ആകുമ്പോൾ ഫെറസ് അയോൺ, Fe3+ ആകുമ്പോൾ ഫെറിക് അയോൺ കേട്ടോ. ഓക്കെ, പക്ഷേ നോക്കിട്ടാ, നിങ്ങൾ എൻ്റെ കുട്ടികളാണ് കേട്ടോ, അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയേണ്ടത്. നോക്കിട്ടാ, FeSO4 ചില കുട്ടികൾക്ക് തെറ്റുന്നതാണ്. FeSO4 നമുക്കറിയാം -2 ഇല്ലേ. എന്നിട്ട് ചില കുട്ടികൾ എഴുതും Fൻ്റെ എത്ര? 4 × -2 -8. ഓപ്പോസിറ്റ് +8 എന്ന് എഴുതും. തെറ്റ്. +8 എഴുതാൻ പറ്റും. തെറ്റ് എന്താ അറിയോ? ഇവിടെ SO4 4ഇല്ല. 4ഉണ്ടല്ലോ. ഇത് 4. ഇവിടെ SO4 4ഉണ്ടല്ലോ. 4ഇല്ല, 4ഉണ്ടല്ലോ. ഈ 4 SO4 അല്ല, ഓക്സിജൻ മാത്രമുള്ളതാ. SO4 4 ഉണ്ടായിരുന്നെങ്കിൽ SO4 എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്ത് 4 എന്ന് ഇടും ഇല്ലേ. അതായത് SO4 ഇട്ടതിനർത്ഥം ഓക്സിജൻ മാത്രമേ 4, SO4 ഒന്നുള്ളൂ. അവിടെ -2. ആ -2 നമുക്ക് എന്താക്കണം? 0 ആക്കണം. ഓക്കെ, എവിടെയാണ് -0? അപ്പോൾ നമ്മൾക്ക് എന്താ? +2 മാത്രം ഇട്ട് കൊടുത്താൽ ഇവിടെയൊക്കെയാണ് തെറ്റിട്ടോ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് Fe2O3 എന്ന് വരും. Fe2O3. അപ്പോൾ Oൻ്റെ മാഷ് -2 അല്ലേ? -2. 3 × -2 -6. അതിൻ്റെ ഓപ്പോസിറ്റ് +6. ഓക്കെ, അപ്പോൾ Feക്ക് നമ്മൾ ഇട്ടെടുക്കും +6 അല്ല.
ഇവിടെ എഫ് ഇ ഒന്നുള്ളെങ്കിൽ അതിന് നമ്മൾ പ്ലസ് ആർ ഇട്ട് കൊടുക്കുക. ഇവിടെ എഫ് ഇ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ 2 ഉണ്ടാകുമ്പോൾ പ്ലസ് ആറ് 2 മുറിച്ച് കൊടുക്കണം. 2 കൂടി മുറിച്ചാൽ കൊടുക്കുക. അപ്പോൾ പ്ലസ് ആറിനെ 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര? +3. ഓക്കെ, അതെന്താ +3 ഇട്ട് കൊടുക്കാൻ കാരണം എന്താ? 2 എഫ് ഉണ്ട്. അപ്പോൾ 2 കൂടി മുറിച്ച് കൊടുത്തു. ഓക്കെ, കട്ടപ്പ ഒന്നും കൂടിയും പറയാ നോക്കിട്ടാ. Fe2O7. ഓക്കെ, O7 ഓക്സിജൻ -2. ഓക്കെ, ഓക്സിജൻ നമ്മൾ കാണാപ്പാടും പഠിച്ചു -2. അപ്പോൾ 7 × -2 -14. ഓപ്പോസിറ്റ് ചിഹ്നം +14 നേരെ +14 ഇടാൻ പറ്റൂല. കാരണം എന്താ അറിയോ? ഇവിടെ എഫ് എത്ര? 2 ഉണ്ട്. അപ്പോൾ +14 ശരിക്കും വരേണ്ടത്. അതിന് നമ്മൾ 2 കൊണ്ട് മുറിച്ച് കൊടുക്കണം. അപ്പോൾ എന്താ കിട്ടുക? പറയും +7 കിട്ടുക. എന്താ കിട്ടുക? +7. നിങ്ങൾ വേറെ ലെവലാട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ തരാം. ഒന്ന് പെട്ടെന്ന് എഴുതട്ടോ. ഓക്കെ, 1 MnCl2, 2 FeCl3, 3 FeOH ട്രൈസ്, 4 Mn2O4, 5 MnSO4. ഒക്കെ വെറൈറ്റികളാട്ടോ. നമുക്ക് നോക്കാം. പക്ഷേ Cl -1 അല്ലേ? അപ്പോൾ 2 -2 ഓപ്പോസിറ്റ് +2. ഓക്കെ, Cl -1. ഓക്കെ, 3 -1 -3 ഓപ്പോസിറ്റ് +3. ഇവിടെയൊക്കെ നേരെ +3 ഇട്ട് കൊടുത്താൽ മതി. Fe+3 ആകുമ്പോൾ എന്താ അതിനെ വിളിക്കുന്ന പേരെന്താ? ഫെറിക് ക്ലോറൈഡ് കേട്ടോ. ഓക്കെ, ഇവിടെ OH -1, 3 -1 -3 ഓപ്പോസിറ്റ് +3. ഓക്കെ, നമുക്ക് ഈ എഫിൻ്റെ വലുത് ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ഇത് പക്ഷേ -2, 4 × -2 -8 ഓപ്പോസിറ്റ് +8 ആണ്. പക്ഷേ +8 ഇവിടെ 2 Mn ഉണ്ട്. മുറിച്ച് കൊടുക്കണം +4. അപ്പോൾ 2 ഉണ്ടെങ്കിൽ അതിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 വീതിച്ച് കൊടുക്കണം. +4. ഇവിടെ പക്ഷേ -2. അപ്പോൾ 4 കൊണ്ട് ഗുണിക്കാൻ നിൽക്കരുത്. SO4 ഇവിടെ ഒന്നുള്ളൂ കേട്ടോ. ആ 4 ഓക്സിജൻ മാത്രമുള്ളതാ. ഓപ്പോസിറ്റ് +2. ഓക്കെ, ഇനി ഇവിടുന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളിൻ്റെ കുട്ടികളാട്ടോ. എന്ന് കേട്ടോ, നമ്മൾ MnCl2-ലെ Mൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം Mൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയട്ടെ. Mൻ്റെ അറ്റോമറി 25 ആണ്. 25. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5. ആദ്യം Mൻ്റെ ഇതാണ് അറിയണം കേട്ടോ. ഇനി നമ്മൾ MnCl2-ലെ Mൻ്റെ ഓക്സീകരണാവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. ഇവിടെ Cl -1. അപ്പോൾ 2 -2 ഓപ്പോസിറ്റ് +2. അപ്പോൾ എൻ്റെ കുഞ്ഞുട്ടികളെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് Mn2+ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ്. അയോണുകളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയില്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയില്ലേ? ഇല്ലേ ഇങ്ങോട്ട് വന്നോളി. Mn2+ ആണ് 2 ഇലക്ട്രോൺ പോകണം. അപ്പോൾ ഇതിൽ നിന്ന് 2 ഇലക്ട്രോണെ കളയണം. എവിടുന്നാ മാഷെ ഇലക്ട്രോണ് പോവുക? ഒരു ഡൗട്ടും ഇല്ല. 4s അയ്യോ ഇത് ഇതിനായിട്ട് 3d5 4s2 എവിടെ ഇലക്ട്രോൺ പോവുക? 4s 2 ഇലക്ട്രോൺ പോയാൽ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുക? പക്ഷേ 1s2, 2s2, 2p6, 3s2, 3p6, 3d5. മാഷേ ഒന്നും കൂടിയും പറഞ്ഞുതരോ? ഒന്നും കൂടിയും പറഞ്ഞുതരാ ചങ്ങായിമാരെ. അതിനെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നും കൂടിയും പറഞ്ഞു. ഓക്കെ, അതായത് Fe2O7-ലെ Fe2O7 വേണ്ട നോക്കിട്ടോ, കുറച്ച് സിമ്പിളാണ്. ഓക്കെ, Fe2O3-ലെ Feയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓക്കെ, പക്ഷേ റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Fe in Fe2 Fe2O3. അപ്പോൾ എഫിൻ്റെ എഴുതുക 26. നമുക്ക് എഴുതാം 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6. ആദ്യം എഫിൻ്റെ എഴുതുക. എന്നിട്ട് നമ്മൾ Fe2O3-ലെ Feയുടെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കടാ. ഓക്സിജൻ -2 ആണ്. 3 × -2 -6 ഓപ്പോസിറ്റ് ചിഹ്നം +6 ആണ് കേട്ടോ. പക്ഷേ +6 അങ്ങനെ ഇട്ട് കൊടുക്കരുത്. കാരണം എന്താ? +6 ഇട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ 2 Fe ഉണ്ട്. ആ +6-നെ നമ്മൾ 2 മുറിച്ച് കൊടുക്കണം കേട്ടോ. ആ +6 2 മുറിച്ച് കൊടുത്താൽ ഒരു ഫിക്ക് എത്ര കിട്ടടാ? ഒരു ഫിക്ക് +3 കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്
എഴുതിയത് ഫെറിക്കാണ്, ഫെറിക്കാണ്, ഫെറിക്കാണ്. അപ്പം നമ്മൾ എഴുതേണ്ടത് Fe3+ ഇലക്ട്രോൺ വിന്യാസമല്ലേ ആ 3 ഇലക്ട്രോൺ പോവണ്ടേ ആ എവിടുന്നാണ് ആ ഇലക്ട്രോൺ പോവുക? ആദ്യം ഫോറസ് 2 കളയണം. അയ്യോ ഫോറസ് 2 ഫോറസ് 2 3 കളയണമല്ലോ. അപ്പോൾ ഫോറസ് 2 കളഞ്ഞിട്ട് ബാക്കി 1 3D ഫോറസ് എന്നാണ് ആദ്യം പോകുക, എന്നിട്ട് 3D പോകുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ മാഷ് എന്താ ഉണ്ടാകുക? 1s2 2s2 2 pieces 3s2 3 pieces 3d5. ഓക്കെ, 3d5. ഓക്കെ, അപ്പോൾ മക്കളെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പഠിച്ചു, ഓക്സിജൻ സ്റ്റേറ്റ് തന്നാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്താനും പഠിച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്.